നിലവിൽ ജി സുധാകരന്റെ ശത്രുപക്ഷത്തേക്ക് എം.വി. ഗോവിന്ദൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ആ ഫോൺ കോളിനോട് പ്രതികരിക്കാത്തതും അനുനയത്തിന് വഴങ്ങാത്തതും നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നിലവിൽ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൽ ആർ നാസർ അടക്കമുള്ള ആളുകൾ ജി സുധാകരന്റെ ശത്രുപക്ഷത്തുള്ളവരാണ്. ആ പട്ടികയിലേക്ക് എം.വി. ഗോവിന്ദൻ കൂടി പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന ആ ഒരു പരാമർശം കൊണ്ട്. എന്തായാലും ഇന്നലെ രാത്രിയാണ് പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തെ വിളിച്ചത്. കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, ഞാൻ ചിരിച്ചത് തങ്ങളെ കളിയാക്കിയല്ല, ആ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടാണ് ചിരി ഉണ്ടായത്. പരിഹസിച്ച് സംസാരിച്ചിട്ടില്ല. മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകുകയാണ്, പ്രചരിപ്പിക്കുന്നത് അസത്യമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എം.വി. ഗോവിന്ദൻ ഇന്നലെ ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ഭാഗമായി വിളിച്ച ഫോൺ കോളിൽ സംസാരിച്ചത്. പക്ഷേ അതിനോടും യാതൊരു തരത്തിലുള്ള അനുനയ ശ്രമത്തിനോടും അനുകൂലിച്ച് പ്രതികരിക്കാതെയാണ് ജി സുധാകരൻ ഇന്നലെ ആ ഫോൺ കട്ടാക്കിയതും. മെമ്പർഷിപ്പ് പുതുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അതിന് തയ്യാറായിട്ടില്ല. ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തത്. മെമ്പർഷിപ്പ് പുതുക്കാനില്ല, ലെവി അടക്കില്ല, പാർട്ടിയുമായി സഹകരിച്ച് പോകുമെങ്കിൽ പോലും ആ മെമ്പർഷിപ്പ് പുതുക്കിയുള്ള ഒരു അനുനയത്തിനും തയ്യാറല്ല എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് ജി സുധാകരന്റെ മനസ്സിൽ എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമാണ്. മാധ്യമപ്രവർത്തകർ വിളിക്കുന്നുണ്ടെങ്കിലും അല്ലാതെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് തയ്യാറാകുന്നില്ല. എന്തായാലും ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ഒരു പുനരാലോചനയിലാണ്. ആ വാർത്താ സമ്മേളനം വേണോ എന്നുള്ള ആലോചന നടക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഉപേക്ഷിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഇന്നലെ വലിയ തോതിൽ മാധ്യമപ്രവർത്തകർ വീട്ടിലേക്ക് എത്തിയിരുന്നു. അവിടെ നിന്ന് ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കാം എന്നുള്ള ഒരു വാക്ക് അദ്ദേഹത്തിന്റെ കുടുംബം, ഭാര്യ അറിയിച്ചിരുന്നു. നിലവിൽ എന്തായാലും പാർട്ടി സെക്രട്ടറി അടക്കം വിളിച്ച് അനുനയത്തിന്റെ പാത തുറന്നിട്ട സാഹചര്യത്തിൽ ജി സുധാകരൻ തുടർന്ന് എന്ത് ആലോചിക്കും, എന്ത് തീരുമാനിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളോട് സംസാരിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി ഒന്നും സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ല, എം.എ. ബേബിയോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഇടപെടട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ഈ പ്രശ്നങ്ങളിലൊക്കെ കണ്ണു നട്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ്. ജി സുധാകരനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ കോൺഗ്രസിൽ സജീവമാണ്. കെ.സി. വേണുഗോപാൽ എം.പി ഇന്ന് ജില്ലയിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ കണ്ട് സംസാരിക്കുമെന്നടക്കമുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ആ ചിരി മാത്രമല്ല പ്രശ്നം. ദീർഘനാളായി അദ്ദേഹം നേരിടുന്ന, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പരോക്ഷമായും അല്ലാതെയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേയധികം വിയോജിപ്പുകളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും വർഷം നീണ്ട കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇന്റഗ്രിറ്റിയുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഏതെങ്കിലും തരത്തിൽ കറപുരളാത്ത ഇപ്പം ശരിയാണ്, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളിലൊക്കെ മുഖം നോക്കാതെയോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലോ ഇപ്പോൾ നമ്മൾ ഇതുപോലൊരു ചർച്ചക്കിടയിൽ പറഞ്ഞ ഒരു പ്രതികരണത്തിന് ജി സുധാകരൻ എന്നെയൊക്കെ പറഞ്ഞതിന് കയ്യും കണക്കില്ല, അമ്മാതിരി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇന്റഗ്രിറ്റിയുള്ള അഴിമതിക്കാർ പറഞ്ഞു പോലും കേൾക്കാത്തൊരു നേതാവാണ്. അപ്പോൾ ആ നേതാവിൻ്റെ ദീർഘനാളത്തെ വിയോജിപ്പുകൾ ചെവി കൊടുക്കാൻ CPM ബാധ്യസ്ഥമാണ്.